everyone, welcome to Film Stuff. നെറ്റ്ഫ്ലിക്സിൻ്റെ ബെസ്റ്റ് സീരീസും ലോകത്തിലെ തന്നെ മികച്ച സീരീസ് പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയുള്ള ജർമ്മൻ സൈ-ഫൈ സീരീസായ ഡാർക്ക് ഫിനാലെ ലാസ്റ്റ് വീക്ക് പുറത്തിറങ്ങിയിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഫൈനൽ എപ്പിസോഡ് അവസാനിച്ചത്. സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ എൻഡിങ് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം സ്റ്റാഫ്. സീസൺ 2 അവസാനം മനസ്സിലാകും ഒരു ഓൾട്ടർനേറ്റ് വേൾഡ് ഉണ്ടെന്നും അവിടെ നിന്നാണ് ഈ മാർത്ത വന്നിരിക്കുന്നതെന്നും. അപ്പോൾ രണ്ട് ലോകമുണ്ട്, ആഡമിൻ്റെയും ഇവയുടെയും. രണ്ടുപേരും വിശ്വസിക്കുന്നത് ഇവർക്ക് ഒറിജിൻ എന്താണ് എന്ന് അറിയാമെന്നാണ്. ഇനി രണ്ടുപേരുടെയും ഉദ്ദേശം എന്താണെന്ന് നോക്കാം. ആഡം വിശ്വസിക്കുന്നത് ജോണസിൻ്റെയും മാർത്തയുടെയും കുഞ്ഞാണ് ഒറിജിൻ എന്നാണ്. രണ്ട് ലോകവുമായി ബന്ധമുള്ള ഈ കുഞ്ഞിനെ നശിപ്പിച്ചാൽ രണ്ട് വേൾഡും അതിനോടൊപ്പം തന്നെ ഈ ലൂപ്പും ഡിസ്ട്രോയ് ചെയ്യപ്പെടും എന്നാണ്. ഇവയ്ക്ക് തൻ്റെ മകനെ രക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ ലൂപ്പ് നശിപ്പിക്കാതെ കണ്ടിന്യൂ ചെയ്യുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവർ ഇതിനു മുൻപ് ആഡമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ച 3 ടൈമിൽ നിന്നുള്ള അവരുടെ മകനെ കാണിച്ച് തൻ്റെ സൈഡ് എടുക്കുവാനും അവർ മാർത്തയോട് ആവശ്യപ്പെടുന്നതായി കാണാം. ലാസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നത് ഫസ്റ്റ് സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് സീൻ വെച്ചാണ്. ബിഗിനിങ് ഇസ് ദി എൻഡ് ആൻഡ് എൻഡ് ഇസ് ദി ബിഗിനിങ്. ആഡം ഒറിജിൻ ക്യാരി ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്ന മാർത്തയെ ഡാർക്ക് മാറ്റർ അഥവാ ഗോഡ് പാർട്ടിക്കിളിന് വിട്ടുകൊടുത്തുകൊള്ളുന്നു. പക്ഷേ നശിഞ്ഞു പോകുമെന്ന് ആഡം കരുതിയിരുന്ന തൻ്റെ ലോകത്തിനും തനിക്കും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോഴാണ് ക്ലൗഡിയ വരുന്നത്. സീസൺ 2 നോവ ഇവരെ കൊല്ലുന്നതായി നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെ ഇവർ തിരിച്ചു വന്നു? ഇതേ ചോദ്യമാണ് ആഡം ക്ലൗഡിയയോട് ചോദിക്കുന്നത്. ക്ലൗഡിയ ഇതിനെല്ലാം കൂട്ടുനിന്നത് അവരുടെ മകൾ റെജീനയെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ്. 33 വർഷം കൊണ്ട് ഇവർ ആഡമിൻ്റെയും ഇവയുടെയും ലോകത്ത് മാറി മാറി സഞ്ചരിച്ചു. അപ്പോഴാണ് ഇവർക്കും മനസ്സിലായത് എല്ലാവർക്കും ഇതിൽ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നും രണ്ട് ലോകവും വേറെ ഏതോ ലോകത്തിൻ്റെ ക്യാൻസർ പോലെയാണെന്നും. രണ്ടിലും എല്ലാവർക്കും അവരുടേതായ വിധിയും വേദനകളും ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. രണ്ട് ലോകത്തും റെജീന മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റെജീനയ്ക്ക് ആകെ ജീവിക്കാൻ സാധ്യമാകുന്നത് മൂന്നാമത്തെ ഒരു ലോകത്ത് ആണ് എന്നിവർക്ക് തോന്നി. ഉത്ഭവ ലോകം അഥവാ ഒറിജിൻ വേൾഡ്. 3 അഥവാ 3 എന്ന നമ്പറിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സീരീസ് ആണ് ഡാർക്ക്. ദ ട്രിക്കെട്ര ക്രിസ്ത്യൻ റിലീജിയനിലെ ദ ഫാദർ, ദ സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ് അങ്ങനെ സീരീസിൻ്റെ പലയിടത്തും ഈ നമ്പർ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനും മൂന്നാമത്തെ ഒരു ഡൈമെൻഷൻ ഉണ്ട് എന്നാണ് ക്ലൗഡിയ ആഡമിനോട് പറയുന്നത്. ഇവ തൻ്റെ മകനെ രക്ഷിക്കുവാൻ മാർത്തയുടെ ഒരു വേർഷനെ വേറെ ഡയറക്ഷനിലേക്ക് വിടുന്നത് പോലെ ക്ലൗഡിയ തൻ്റെ ഒരു വേർഷനെ വേറെ ഒരു ഡയറക്ഷനിലേക്ക് വിട്ടുകൊണ്ടാണ് ആഡമിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. ഈ മൊമെൻറ്റ് ഇതിന് മുൻപേ സംഭവിച്ചിട്ടില്ല എന്നും ജോണസും മാർത്തയും ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും അവരാണ് ഈ രണ്ട് ലോകവും ഇത്രയും വേഴ്സ്റ്റ് ആക്കിയതെന്നും ആഡമിനോട് ക്ലൗഡിയ പറയുന്നു. ഒറിജിൻ വേൾഡിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ക്ലൗഡിയ അടുത്തതായി വിശദീകരിക്കുന്നത്. 1974 ടൈം ട്രാവലിനെ പറ്റി ബുക്ക് എഴുതിയിട്ടുള്ളതും ക്ലോക്ക് മേക്കറുമായ H.G. ടെനൌസിന് തൻ്റെ മകൻ മാരിക്കിനെയും അവൻ്റെ ഭാര്യ സോണിയെയും ബേബി ഷാർലറ്റിനെയും ഒരു കാർ ആക്സിഡൻറ്റിൽ നഷ്ടപ്പെടുന്നു. അവരെ നഷ്ടപ്പെടുന്ന വേദനയിൽ അവരെ 3 പേരെയും തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. 1974 തുടങ്ങി 1986 വരെയുള്ള കാലാവധി കൊണ്ട് ടാനൌസ് തൻ്റെ ടൈം മെഷീൻ പൂർത്തിയാക്കുന്നു. അത് പ്രവർത്തിപ്പിക്കുമ്പോൾ മാൽ ഫങ്ഷനായി അദ്ദേഹത്തിൻ്റെ ലോകം നശിക്കുകയും പകരം 2 ഓൾട്ടർനേറ്റ് ലോകമുണ്ടാകുകയും ചെയ്യുന്നു. ക്ലൗഡിയ ആഡമിനോട് ജോണസും മാർത്തയുമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നും ഇവർ മൂലമാണ് രണ്ട് ലോകവും ഇതെല്ലാം അനുഭവിച്ചതെന്നും അതുകൊണ്ട് തന്നെ ഇവരെ ഒറിജിൻ വേൾഡിലേക്ക് അയച്ച് എല്ലാം ശരിയാക്കണമെന്നും പറയുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്
മൂന്ന് ലോകത്തും ഇത്രയധികം പ്രശ്നങ്ങൾ ഭവിക്കുവാൻ ഒരേ ഒരു കാരണമാണ് സ്നേഹം. സ്നേഹിക്കുന്ന ആളെ നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ ആഡം, ഇവ, ക്ലൗഡിയ, ടാനൌസ്, ഹാന, കാതറീന അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തതിൻ്റെ ഫലമാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. ആഡം അപ്പോകാലിപ്സ് നടക്കുന്ന ടൈമിലേക്ക് പോയി ജോണസിനെയും കൂട്ടി ഇവയുടെ വേൾഡിലെ അപ്പോകാലിപ്സ് നടക്കുന്ന സമയത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവനോട് മാർത്തയെ രക്ഷിച്ച് ഒറിജിൻ വേൾഡിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. ഫ്രാൻസിസ്കയും മാഗ്നസും മാർത്തയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപേ ജോണസ് വന്ന് മാർത്തയെയും കൂട്ടി ഒറിജിൻ വേൾഡിലേക്ക് പോകുന്നു. വിന്റൺ കേവ്സിൽ പ്രവേശിച്ച് ടാനൌസ് തൻ്റെ ടൈം മെഷീൻ പ്രവർത്തിപ്പിച്ചതിന് ശേഷം പാസേജ് തുറക്കുവാനായി കാത്തിരിക്കുന്നു. എപ്പോഴത്തെയും പോലെ ആഡം ഇവയെ കൊല്ലുവാനായി വരുന്നു. പക്ഷേ ഇവയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആഡം അത് ചെയ്യുന്നില്ല. പകരം താനും ഇവയും അവരുടെ സ്നേഹവും ധാർഷ്ട്യവും കാരണമാണ് അവരുടെ രണ്ട് ലോകവും നശിക്കുവാൻ ഇടയായത് എന്ന് പരസ്പരം പറഞ്ഞു തിരുത്തുകയും ചെയ്യുന്നു. പാസേജ് തുറക്കുകയും ജോണസും മാർത്തയും അതിലേക്ക് പ്രവേശിച്ച് അവസാനമായി ഇരുവരുടെയും ലോകത്തിലേക്കുള്ള വഴികൾ കാണുന്നു. ഇവരുടെ ചെറുപ്പം കാണിക്കുന്ന ഈ സീൻ ഞാൻ കുറച്ചു കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അവർ അങ്ങനെ ഒറിജിൻ വേൾഡിലേക്ക് പ്രവേശിക്കുന്നു. ഒറിജിൻ വേൾഡിൽ ടാനൌസും തൻ്റെ മകൻ മാരിക്കും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അങ്ങനെ അവർ വീട് വിട്ടു പോകുന്നു. കാറിൽ പോകുന്ന അവരുടെ മുൻപിൽ പെട്ടെന്ന് ജോണസും മാർത്തയും പ്രത്യക്ഷപ്പെടുന്നു. ബ്രിഡ്ജ് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടും മാരിക് അവരെ കേൾക്കാൻ കൂട്ടാക്കാതെ മുൻപോട്ട് പോകുന്നു. വാട്ട് വി നോ ഇസ് എ ഡ്രോപ്പ് ബട്ട് വാട്ട് വി ഡോണ്ട് നോ ഇസ് എൻ ഓഷ്യൻ എന്നപ്പോൾ ജോണസ് പറയുന്നു. ഇത് തൻ്റെ അച്ഛൻ ടാനൌസ് തന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് അവിടെ വെച്ച് ഓർത്ത മാരിക് സംശയത്തോടെയാണെങ്കിലും അവരെ വിശ്വസിച്ചു ഭാര്യയും കുഞ്ഞുമായി തിരിച്ചു പോകും. അങ്ങനെ ടാനൌസിൻ്റെ ടൈം മെഷീൻ സൃഷ്ടിക്കപ്പെടുവാനുള്ള അവസ്ഥയും വരുന്നില്ല. സോ അപ്പോകാലിപ്സ് നടക്കുന്നുമില്ല. നെക്സ്റ്റ് സീനിൽ ചെറുപ്പം കണ്ട കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർത്തയും ജോണസിനെയും കാണാം. ജോണസും മാർത്തയും ഒറിജിൻ വേൾഡിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാകുമോ എന്നാണ് മാർത്ത ജോണസിനോട് ചോദിക്കുന്നത്. അത് ചെറുതിലെ അവർ കണ്ട സ്വപ്നമാണോ അല്ലെങ്കിൽ അവർ ശരിക്കുമുള്ള ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നോ എന്നവർക്ക് അറിയുകയുമില്ല. ജോണസ് മാർത്തയോട് അവസാനമായി പറയുന്നത് ഒന്നാണ്: അവർ രണ്ടുപേരും ഒരുമിച്ച് പെർഫെക്റ്റ് ആണെന്നും വേറെയൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നുമാണ്. ശേഷം ജോണസും മാർത്തയും രണ്ട് ലോകവും അതിലുള്ള ക്യാരക്ടേഴ്സും മായ്ഞ്ഞു പോകുന്നു. I see trees of green, red roses too. I see them bloom for me and you, and I think to myself, what a wonderful world. ഒറിജിൻ വേൾഡിൽ മുമ്പുള്ള സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ള മിക്ക ക്യാരക്ടേഴ്സും ടൈം ട്രാവൽ ചെയ്തുണ്ടായ ഫാമിലി ട്രീയിൽ നിന്നുള്ളവരായതുകൊണ്ടും ഇവിടെ ടൈം ട്രാവൽ സംഭവിക്കാതിരിക്കുന്നത് കൊണ്ടും ഒട്ടുമിക്ക ക്യാരക്ടേഴ്സും ഇവിടെ ഇല്ല. റെജിന ഡോപ്ലറിൻ്റെ മകളാണെന്ന് വെളിപ്പെടുത്തുന്ന ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാവണം ക്ലൗഡിയയ്ക്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അധികാരവും റെജീനയ്ക്ക് വിന്റൺ ഹോട്ടലും കിട്ടുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് റെജീന, കാതറീന, ഹാന, വൂളറും പീറ്റർ, ബെനിയും ഹാപ്പിയായി ഡിന്നർ കഴിക്കുന്നതാണ്. ഹാനയും വൂളറും മാരീഡ് ആണെന്നും ഹാന പ്രഗ്നൻ്റ് ആണെന്നും ലേറ്റർ റിവീൽ ചെയ്യുന്നുണ്ട്. സീസൺ 1 തൊട്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യമാണ് വൂളർ എന്ന കഥാപാത്രത്തിൻ്റെ കണ്ണുകൾക്ക് എന്തു പറ്റിയെന്ന്. അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. കാരണം ക്ലൗഡിയ പറഞ്ഞതുപോലെ രണ്ട് ലോകവും ഒറിജിൻ വേൾഡിൽ നിന്നുള്ള ക്യാൻസർ പോലെയാണ്. ആഡമിൻ്റെ ലോകത്ത് വൂളറിന് തൻ്റെ ഒരു കണ്ണാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ ഇവയുടെ ലോകത്ത് ഒരു കൈ നഷ്ടപ്പെടുന്നതായാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ റെജീന രണ്ട് ലോകത്തും മരിക്കുന്നുമുണ്ട്. സോ ഈ ലോകത്ത് ഇവർക്കൊക്കെ അത്രയധികം വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടില്ല.
വൂളറിൻ്റെ കണ്ണുകൾ ശരിയാകുന്നതായും റെജീനയ്ക്ക് ക്യാൻസർ ഒന്നും ഇല്ല എന്നും സന്തോഷമായ അവസാനത്തെ ഡിന്നർ സീനിലൂടെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ ഹന ഒരു യെല്ലോ ജാക്കറ്റ് കാണുകയും തനിക്ക് ഡിജാവു തോന്നിയെന്നും ഇതേ നിമിഷം ഇന്നലെ സ്വപ്നത്തിൽ കണ്ടുവെന്നും ലോകം പെട്ടെന്ന് ഇരുണ്ടുപോയി അവസാനിച്ചെന്നും പറയുന്നു. അതിനുശേഷം കറണ്ട് വരുമ്പോൾ കുഞ്ഞിന് എന്ത് പേരിടണമെന്നുള്ള എല്ലാവരുടെയും ചോദ്യത്തിന് ഹന ജോണസ് എന്ന് പറയുന്നു. ഈ നെയിം നേരത്തെ ഹന പറഞ്ഞതുപോലെ തനിക്ക് ഇന്നലെ കണ്ട സ്വപ്നത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്ന് നമുക്ക് കരുതാം. ഇതോടുകൂടി ഡാർക്ക് എന്ന സീരീസ് ഇവിടെ പൂർത്തിയാകുന്നു. ഡാർക്ക് സീസൺ 3ക്ക് ഫിലിം സ്റ്റഫ് കൊടുക്കുന്ന റേറ്റിംഗ് 4.9. For more reviews, recommendations, movie quotes, WhatsApp status, etc., follow our Instagram account. Link is available on the description and comment box. Video ishtapatal, like, share and subscribe for more fresh contents.